നമസ്കാരം. ഇനിയെങ്കിലും തള്ളി പറഞ്ഞില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലും നാണക്കേട് കൊണ്ട് തല കുനിച്ചു നിൽക്കേണ്ടി വരും പൊതുസമൂഹത്തിനു മുന്നിൽ. ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് തന്നെ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും അറിയാം. വീണ വിജയന്റെ കേസിനെ പറ്റി തന്നെയാണ് ഈ പറയുന്നത്. ഏറ്റവും അതിനിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണ വിജയന് കിട്ടിയ കോടികളുടെ കോഴപ്പണം ദുബായിലേക്ക് കടത്തിയെന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഒന്നും രണ്ടുമല്ല, 3.49 ലക്ഷം ദിർഹമാണ് ദുബായിലേക്ക് വീണ മാറ്റിയിരിക്കുന്നത്. ഹവാല ഇടപാടിന്റെ അതിനിർണായക വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് വീണ ഹവാല ചാനലുകൾ വഴി പണമിടപാട് നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചതായി ED പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വരുമാനത്തിൽ കവിഞ്ഞ വലിയൊരു തുക വീണ കൈകാര്യം ചെയ്തതായാണ് EDയുടെ കണ്ടെത്തൽ. CMRL നിന്ന് അക്കൗണ്ട് വഴി ലഭിച്ച 2.78 കോടി രൂപയേക്കാൾ വളരെ വലിയ തുക വീണ കൈകാര്യം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി 20 കോടി രൂപയിലധികം മൂല്യമുള്ള ഇടപാടുകളുടെ കയ്യെഴുത്ത് കണക്കുകൾ ED കണ്ടെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ മെയ് 27-ന് വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകൾ കേസിൽ അതിനിർണായകമാണെന്ന് ED നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ കണക്കുകൾ പ്രകാരം 85 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ ദുബായിലേക്ക് കൈമാറിയതായും ED പറയുന്നു. ദിർഹം രൂപത്തിലാണ് ഈ തുക വിദേശത്തേക്ക് അയച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് കോളുകൾ നടത്തിയതായും ED സംശയിക്കുന്നു. ഇതിനായി ഉപയോഗിച്ച സിം കാർഡിന്റെ ഫോട്ടോയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ED നിർണായക വിവരങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടത്. വീണയെ ഇതിനോടകം 2 തവണ ചോദ്യം ചെയ്തിരുന്നു. പുതിയ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നും ED അറിയിച്ചു. വീണയ്ക്ക് പങ്കാളിത്തമുള്ള രണ്ടാമത്തെ കമ്പനിയെന്ന് ED കണ്ടെത്തിയ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ ഓഫീസ് പന്തീരാങ്കാവ് പുളേങ്കര അങ്ങാടിയിലെ കെട്ടിടത്തിലാണ്. ബത്തുൽ മുബാറക് ബിൽഡിംഗ് എന്ന കെട്ടിടത്തിൽ 1-ാം നിലയിലെ ഒരു മുറിയുടെ ചുമരിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കടലാസിൽ പ്രിന്റ് ചെയ്ത് പതിപ്പിച്ചിട്ടുണ്ട്. GST നമ്പറും കാണിച്ചിട്ടുണ്ട്. കൃത്യമായി വാടക നൽകുന്നുണ്ടെങ്കിലും ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. കോഴിക്കോട്ടെ ഒരു ഡോക്ടറാണ് മെഡിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് എന്ന് പറഞ്ഞ് ഈ കെട്ടിടം വാടകയ്ക്കെടുത്തത്. സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ ചുമരിൽ കടലാസിൽ പതിച്ച പേര് മാത്രമാണുള്ളത്. ബോർഡ് കണ്ടെത്തിയെങ്കിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ലഭ്യമല്ല. PA മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സത്യവാങ്മൂലത്തിൽ വീണയുടെ ആസ്തിയുടെ കൂട്ടത്തിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ കാണിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് ലേക്കർ ഇന്ത്യയിൽ വീണയുടെ ആസ്തിയായി കാണിച്ചത്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ലേക്കർ ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള 15,57,414 രൂപ കഴിഞ്ഞ മാസം ED മരവിപ്പിച്ചിട്ടുണ്ട്. ഇതോടെയാണ് വീണയ്ക്ക് ഇങ്ങനെ ഒരു കമ്പനി ഉള്ളതായി വിവരം പുറത്തു വരുന്നത്. വീണ വിജയൻ കേവലം ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കണം. 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ, കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയും ഇപ്പോഴും സജീവ രാഷ്ട്രീയ പ്രവർത്തകനും പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിയുമായ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ. അന്ന് മുതൽ തന്നെ പൊതുജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, വളരെ കൃത്യമായ ഒരു ചോദ്യം. വീണ പാർട്ടിയുടെ ആരുമല്ലാതിരിക്കുമ്പോഴും, പാർട്ടി അംഗത്വമോ പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനമോ നടത്താതിരിക്കുമ്പോഴും വീണയ്ക്കെതിരെ ആരോപിക്കപ്പെടുന്ന ഒരു കേസ് എങ്ങനെ രാഷ്ട്രീയ മാനം കൈവരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് ആദ്യമായി മുഹമ്മദ് റിയാസിന്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോഴും വീണ വിജയന്റെ കേസിനെ രാഷ്ട്രീയമായി നേരിടുമെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. എങ്ങനെയാണ് വീണ വിജയന്റെ കേസ് കേരള രാഷ്ട്രീയത്തിന്റെ വിഷയമാകുന്നത്? മുഹമ്മദ് റിയാസിനും പിണറായി വിജയനും വീണയുടെ കേസ് ഒരുപക്ഷെ രാഷ്ട്രീയ വിഷയമായി തോന്നുന്നുണ്ടായിരിക്കണം. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വീണ സാധാരണ ഒരു വ്യക്തി മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവുമായി വീണയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ ആ നേതാവ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് വീണയ്ക്കൊപ്പം ഈ പാതകത്തിന്റെ ശിക്ഷ അനുഭവിക്കണം. ഇല്ലാതെ കേരള രാഷ്ട്രീയം ഇവിടെ കുലുങ്ങുന്നതുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇക്കണ്ട അഴിമതികളൊക്കെ 10 വർഷം സഹിച്ച ജനതയ്ക്ക് യാതൊരുവിധ ഞെട്ടലും ഉണ്ടാകുന്നില്ല.